തെരഞ്ഞെടുപ്പിന് ഇനി ബാക്കി നിൽക്കുന്നത് ദിവസങ്ങൾ മാത്രമാണ്. പേരാമ്പ്ര UDF അത്ര പ്രതീക്ഷ വെക്കാത്ത മണ്ഡലമാണ്. എന്നാൽ കഴിഞ്ഞ ഒറ്റാഴ്ചയ്ക്കുള്ളിൽ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞിരിക്കുകയാണ്. CPMന്റെ മുതിർന്ന നേതാവും LDF കൺവീനറുമായ TP രാമകൃഷ്ണനാണ് അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. UDFനായി ജനവിധി തേടുന്നത് മുസ്ലിം ലീഗിന്റെ യുവ വനിതാ മുഖം ഫാത്തിമ തെഹ്ലിനാണ്. വലിയ പ്രതീക്ഷയില്ലാതെ മുസ്ലിം ലീഗ് അവതരിപ്പിച്ച ഫാത്തിമ ദിവസങ്ങൾ കൊണ്ടാണ് കാറ്റ് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയത്. ഒരു അട്ടിമറിക്കുള്ള സാധ്യതകളിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. യുവ വോട്ടർമാരുടെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി എന്ന പേരിൽ കളം നിറയുന്ന ഫാത്തിമ കണ്ടുപഴകിയ മുഖമായ TP രാമകൃഷ്ണനെ മാറ്റി ഒരു അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിൽ ന്യായമുണ്ടെന്ന് വോട്ടർമാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനു പുറമെ അനാവശ്യമായി LDF ക്യാമ്പ് രൂപം നൽകിയ ഒരു വിവാദം കൂടി ഫാത്തിമയുടെ ജയസാധ്യത ഇരട്ടിയാക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് പേരാമ്പ്രയിൽ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിക്കെതിരെയുള്ള പ്രചാരണ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട വിവാദം ചൂടുപിടിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ചൂടുപിടിച്ച ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ പേരാമ്പ്രയിലെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ ജനപിന്തുണ ഫാത്തിമയ്ക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് പ്രചാരണ വേദികളിൽ നൂറുകണക്കിന് വോട്ടർമാർ പിന്തുണയുമായി എത്തിത്തുടങ്ങിയത് CPMനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എന്തു വില കൊടുത്തും ഫാത്തിമയെ തീർക്കണമെന്നും തറപറ്റിക്കണമെന്നുമുള്ള പ്രതിജ്ഞ ഇടതു ക്യാമ്പുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന്റെ ബോർഡുകളുള്ള ജീപ്പിൽ അനൗൺസ്മെന്റ് നടത്തുന്ന വീഡിയോകൾ ബുധനാഴ്ചയാണ് പുറത്തുവന്നത്. പേരാമ്പ്രയുടെ മണ്ണിൽ ഒരു സഹോദരി സ്ഥാനാർത്ഥിയാക്കി മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം നമ്മുടെ വോട്ടുകൾ നമ്മുടെ ഗൗമിലെ കുട്ടിക്ക് എന്നാണ്. ഗൗം എന്ന വാക്കിന്റെ അർത്ഥം സമുദായം എന്നതാണ്. മത ഏകീകരണത്തിന്റെ ചിഹ്നം വിളിയാണ് മുസ്ലിം ലീഗ് നടത്തുന്നതെന്ന് CPM ആരോപിക്കുമ്പോൾ ആ വിവാദം UDFന് അനുകൂല തരംഗമായി സൃഷ്ടിക്കുന്നുണ്ട്. സമത്വബോധമുള്ള മനുഷ്യർ ഇത് ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് എന്ന് പേരാമ്പ്രയിലെ വോട്ടർമാരെ ലക്ഷ്യം വെച്ച് CPM വിളിച്ചു പറയുമ്പോൾ കാര്യങ്ങൾ അവരിൽ നിന്ന് തന്നെ അകന്നു തുടങ്ങിക്കഴിഞ്ഞു. ഇതിനു പിന്നാലെ മതസ്പർദ്ധ വളർത്തി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് തെറ്റായ പ്രചാരണം LDF നടത്തുകയാണെന്ന് ആരോപിച്ച് UDF രംഗത്തെത്തിയതോടെ ചർച്ച ചൂടുപിടിച്ചു. UDF മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K ബാലനാരായണൻ കളക്ടർക്കും പേരാമ്പ്ര പോലീസിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി കഴിഞ്ഞു. ഇതോടെയാണ് ഫാത്തിമയെ വോട്ടുമെന്ന് CPM പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. എന്നാൽ UDF ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് ഇതേപ്പറ്റി LDF കൺവീനറും സ്ഥാനാർത്ഥിയുമായ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പരാതിയിൽ അന്വേഷണം നടക്കട്ടെ, അതുമായി സഹകരിക്കുമെന്നും മതമോ ജാതിയോ പറഞ്ഞോ വർഗീയത പറഞ്ഞോ വോട്ട് സ്വാധീനിക്കാൻ LDF ഇല്ലെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. മതസ്പർദ്ധയുണ്ടാക്കുന്ന ഒരു പ്രചാരണവും LDFന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. വികസനവും ജനക്ഷേമ നടപടിയുമാണ് LDF പ്രചാരണം നടത്തുന്നത്. ഇത് സംബന്ധിച്ച രേഖകളുണ്ട്, അതാർക്കും പരിശോധിക്കാമെന്നും CPM പറയുന്നുണ്ട്. ആരെങ്കിലും അറിയാതെ എന്തെങ്കിലും തെറ്റു ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നാണ് പിന്നീട് TP രാമകൃഷ്ണൻ പറഞ്ഞത്. ആദ്യം നിഷേധിച്ച CPM പിന്നീട് പരാതി സമ്മതിച്ചുവെന്ന് തെളിയിക്കുന്നതാണ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണമെന്നും വായിച്ചെടുക്കാം. UDF നേതാക്കളെല്ലാം ഇത് പ്രചാരണായുധമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലും ചൂടേറിയ ചർച്ചാ വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. പരാജയ ഭീതിയിൽ LDF അവസാന ഘട്ടത്തിൽ എല്ലായിടത്തും പയറ്റുന്ന തന്ത്രമാണിതെന്ന് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K ബാലനാരായണൻ ആരോപിക്കുന്നുണ്ട്. വടകരയിൽ നമ്മളിത് കണ്ടതാണ്. പേരാമ്പ്രയിലും LDF നേതൃത്വം ആസൂത്രിതമായി നടത്തുന്നതാണിതെന്നും മതേതരമായി ചിന്തിക്കുന്ന പേരാമ്പ്രക്കാർക്കിടയിൽ ഇത് വില പോകില്ലെന്നും UDF പറഞ്ഞു. അതേസമയം LDF ആരോപണം നിഷേധിച്ചതോടെ പ്രചാരണം ആരു നടത്തിയെന്ന് ഇനി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തണമെന്നും UDF ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും ഫാത്തിമ തെഹ്ലിനെതിരെ വലിയ തോൽവി LDF ഭയക്കുമ്പോൾ ഒറ്റാഴ്ചയ്ക്കുള്ളിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാനുള്ള കുറുക്കുവഴികളും CPM തേടുന്നുണ്ടെന്നാണ് മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം.